നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെ ഷോക്കടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി. കാരക്കോണം സ്വദേശി 51-കാരിയായ ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് അരുൺ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ലക്ഷങ്ങളുടെ സ്വത്തിന് ഉടമയായ ശാഖാകുമാരിയെ വിവാഹം കഴിച്ച ശേഷം സ്വത്ത് തട്ടിയെടുക്കാൻ കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 28-കാരനായ അരുൺ കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധിച്ചത്. അരുണിന്റെ ശിക്ഷ നാളെയായിരിക്കും വിധിക്കുക. കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടത് ഇയാളെ പ്രകോപിപ്പിക്കുകയായിരുന്നു. 2020 ഒക്ടോബർ 29 വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് 52 വയസ്സും അരുണിന് 28 വയസ്സുമായിരുന്നു പ്രായം. അതേ വർഷം ഡിസംബർ 26 പുലർച്ചെ 1:30 കൊലപാതകം നടന്നത്. വലിയ ഭൂസ്വത്തുള്ള കുടുംബത്തിലെ അംഗമായ ശാഖാകുമാരി നെയ്യാറ്റിൻകരയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നതിനിടയിലാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ അരുണുമായി സൗഹൃദത്തിലായത്. തുടർന്ന് 2020 ഒക്ടോബറിലായിരുന്നു ശാഖാകുമാരി അരുൺ വിവാഹം കഴിച്ചത്. ഏറെ കാലത്തെ പരിചയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. പക്ഷേ വിവാഹത്തിൽ അരുണിന്റെ ബന്ധുക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നതും വിവാഹബന്ധം രഹസ്യമാക്കി സൂക്ഷിക്കാൻ അരുൺ ശ്രമിച്ചിരുന്നതായും നാട്ടുകാർ മൊഴി നൽകി. ശാഖാകുമാരിയെ പലതവണ കൊലപ്പെടുത്താൻ അരുണിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായതായി ശാഖയുടെ വീട്ടിലെ ഹോം നഴ്സ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിച്ചതും അരുണിനെ പ്രകോപിപ്പിച്ചു. കൂട്ടുകാരിൽ നിന്നടക്കം അരുണിന് അപമാനമേൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അരുൺ തയ്യാറാകാതിരുന്നത് ശാഖയെ അലോസരപ്പെടുത്തിയിരുന്നു. ഈ ആവശ്യം നിരവധി തവണ ശാഖാകുമാരി ഉന്നയിച്ചുവെങ്കിലും അരുൺ വഴങ്ങിയില്ലെന്നും രേഷ്മ പറയുന്നു. വിവാഹമോചനത്തിന് അരുൺ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ശാഖാകുമാരി തയ്യാറായിരുന്നില്ല. വൈദ്യുത മീറ്ററിൽ നിന്ന് ശാഖയുടെ കിടപ്പുമുറിയിലേക്കാണ് കണക്ഷൻ എടുത്തിരുന്നത്. ബോധപൂർവം ശാഖയെ പലതവണ ഷോക്കടിപ്പിച്ചു കൊലപ്പെടുത്താൻ അരുൺ ശ്രമിക്കുകയായിരുന്നു. വിവാഹമോചനത്തിന് വഴങ്ങാതെ വന്നപ്പോഴാണ് ശാഖാകുമാരിയെ കൊലപ്പെടുത്താൻ അരുൺ തീരുമാനിച്ചത്. പ്രായവ്യത്യാസം അരുണിന് അപമാനമായി തോന്നിയിരുന്നുവെന്ന് ഇവരുടെ കാര്യസ്ഥനും വെളിപ്പെടുത്തിയിരുന്നു. ക്രിസ്മസ് വിളക്കുകൾ തൂക്കാൻ കണക്ഷൻ എടുത്തിരുന്ന വയറിൽ നിന്ന് ഷോക്കേറ്റാണ് ശാഖാകുമാരിയുടെ മരണം. ശാഖയുടെ മൃതദേഹത്തിലും വീടിന്റെ തറയിലും ചോരപ്പാടുകൾ കണ്ടുവെന്ന് പ്രദേശവാസികൾ മൊഴി നൽകിയിരുന്നു. ഇത് കേസിൽ നിർണായകമായി മാറി. ഷോക്കേറ്റ് വീണുവെന്നാണ് അരുൺ അയൽവാസികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ മൂക്ക് ചതഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹത്തിലും തറയിലും ചോരപ്പാടുകൾ കണ്ടുവെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകി. ശാഖയുടെ പേരുള്ള നിരവധിയായ സ്വത്തുവകകൾ മോഹിച്ചാണ് അരുൺ ഈ വിവാഹത്തിന് തയ്യാറായതെന്ന് ശാഖാകുമാരിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. പരേതനായ അധ്യാപകന്റെ മകളാണ് ശാഖാകുമാരി. ഷോക്കേറ്റുവെന്ന് പറഞ്ഞെത്തിയ അരുണിനൊപ്പം സമീപവാസികൾ വീടിനുള്ളിൽ എത്തിയപ്പോൾ നിലത്ത് കമഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ശാഖയെ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി. സംഭവം അറിഞ്ഞ് വീടും പരിസരവും നിരീക്ഷിച്ച നാട്ടുകാർ പോലീസിനോട് സംശയം പറയുകയായിരുന്നു. ക്രിസ്മസ് അലങ്കാരത്തിനായി തയ്യാറാക്കിയ വയറിൽ നിന്ന് ഷോക്കിട്ടെന്ന അരുണിന്റെ മൊഴി പോലീസ് മുഖവിലക്കെടുത്തില്ല. വീടിനുള്ളിലേക്ക് വയർ വലിച്ചിട്ടിരുന്നു. എന്നാൽ ഈ വയർ യാതൊരു സർക്യൂട്ടുമായും ബന്ധപ്പെടുത്തിയിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ പോലീസിനോട് അരുൺ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. കിടപ്പിലായ മാതാവ് ഫിലോമിനയുമൊത്ത് നിലമാമൂട് ത്രേസ്യാപുരത്തെ വീട്ടിൽ അവിവാഹിതയായി താമസിക്കവേ അപ്രതീക്ഷിതമായി തന്നെക്കാൾ ഏറെ പ്രായം കുറവുള്ള നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായ അരുണിനെ വിവാഹം ചെയ്യുകയായിരുന്നു. ഏറെ കാലത്തെ പരിചയത്തിനു ശേഷമാണ് ഇരുവരും ഇടവക പള്ളിയിൽ ആചാരപ്രകാരം വിവാഹിതരായത്. വിവാഹത്തിൽ വിയോജിപ്പുണ്ടായിരുന്ന ബന്ധുക്കളെ ശാഖ അകറ്റി നിർത്തി. അരുണിന് വില കൂടിയ വസ്ത്രങ്ങളും മാരുതി കാറുമെല്ലാം ശാഖ വാങ്ങി നൽകിയിരുന്നു. ശാഖയുടെ സ്വർണവും 5 ലക്ഷത്തിന്റെ വിലമതിപ്പുള്ള ഡയമണ്ട് നെക്ലസ് അരുൺ ഇതിനിടെ കൈക്കലാക്കി. 10 ഏക്കറോളം പുരയിടം ഉൾപ്പെടെയുള്ള ശാഖയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അരുൺ പ്രണയം നടിച്ചെത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ക്രിസ്മസ് ദിവസം വീട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ബന്ധുക്കൾ പിരിഞ്ഞുപോയതിനു ശേഷം രാത്രി 1:30 ഉറങ്ങിക്കിടന്ന ശാഖാകുമാരിയെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. തുടർന്ന് വയറും പ്ലഗും ഉപയോഗിച്ച് കയ്യിലും മൂക്കിലും വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഷോക്കേറ്റ് മരിച്ചെന്ന് വരുത്തി തീർക്കാനായി സീരിയൽ ലൈറ്റിന്റെ വയർ പ്രതി ശാഖാകുമാരിയുടെ ശരീരത്തിൽ കൊണ്ടിട്ടിരുന്നു. വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാറാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പാഠശാല എ അജികുമാറാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത്. ചേച്ചി കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ ഇക്കാര്യം പലവട്ടം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ശാഖയുടെ ഉറ്റ സുഹൃത്ത് പ്രീതയുടെ വാക്കുകളായിരുന്നു ഇത്. ഉത്തരയുടെ കൊലപാതക ഉദാഹരണമാക്കിയാണ് സൂചന നൽകിയത്.
പണത്തിനു വേണ്ടി മാത്രമാണ് അരുൺ ശാഖയെ വിവാഹം കഴിക്കാൻ തയ്യാറായതെന്ന് വ്യക്തമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അരുൺ കൂടെയുള്ളത് കുറച്ച് ആശ്വാസമാകുന്നുണ്ടെന്നായിരുന്നു ശാഖയുടെ മറുപടി. താൻ സാമ്പത്തികമായി പിന്നിലാണെന്നും കുറെ ബാധ്യതകളുണ്ടെന്നും പറഞ്ഞിരുന്ന അരുൺ 50 ലക്ഷം രൂപയും 100 പവനും വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ശാഖ വിവാഹത്തിനു മുൻപ് പലതവണ അരുണിന് പണം നൽകിയിട്ടുണ്ട്. വാടക വീടെടുക്കാനും വീട്ടു സാധനങ്ങൾ വാങ്ങാനും ശാഖയാണ് പണം നൽകിയിരുന്നത്. കല്യാണ ദിവസം അരുൺ വൈകിയാണ് പള്ളിയിലെത്തിയത്. ബന്ധുക്കൾ ആരും ഒപ്പമുണ്ടായിരുന്നില്ല. വിവാഹത്തിന്റെ ചിത്രം എടുക്കുന്നതും അരുൺ എതിർത്തു. വിവാഹശേഷം അരുൺ ഏറെ മാറി. വിവാഹം കഴിഞ്ഞ ശേഷം വഴക്ക് പതിവായി. വിവാഹ ദിനത്തിൽ വൈകിട്ട് നടന്ന സ്വീകരണത്തിൽ അരുൺ ഫോട്ടോ എടുക്കാൻ നിന്നില്ല. അരുണിനോടൊപ്പമുള്ള ചിത്രങ്ങൾ ആരെയും കാണിക്കരുതെന്ന് വിലക്കിയിട്ടുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിലും ഇരുവരും വഴക്കിട്ടിരുന്നു. അരുൺ ആവശ്യപ്പെടുമ്പോഴൊക്കെ ശാഖ പണം നൽകിയിരുന്നു. കാറും അരുണിന്റെ പേരിലായിരുന്നു വാങ്ങിയത്. കുറച്ച് വസ്തുവിറ്റ് പണം നൽകാൻ അരുൺ നിർബന്ധിച്ചിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിലാണ് വിവാഹത്തിന്റെ രജിസ്ട്രേഷൻ വൈകിയത്. ശാഖ ഫോണിലൂടെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളും വാട്സാപ്പ് മെസ്സേജുകളും ഒക്കെ പ്രീത അന്ന് പോലീസിന് കൈമാറിയിരുന്നു. കിടപ്പുമുറിയിലും ബെഡ്ഷീറ്റിലും രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ക്രിസ്മസ് വിളക്കിൽ നിന്ന് ഷോക്കിട്ടെന്നാണ് ഭർത്താവ് അരുൺ വ്യക്തമാക്കിയത്. ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീടാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. പ്രായക്കൂടുതലുള്ള ശാഖയുമായുള്ള വിവാഹ ഫോട്ടോകൾ പുറത്തുവന്നത് അരുണിനെ പ്രകോപിപ്പിച്ചു. പ്രായക്കൂടുതലുള്ള സ്ത്രീ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയതും സ്വത്തിനു വേണ്ടിയുള്ള തർക്കവുമെല്ലാം ബന്ധം വഷളാക്കി. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ശാഖ എടുത്ത വ്രതം അവസാനിക്കുന്ന ദിവസമായിരുന്നു കൊലപാതകം. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച് കോടതി. കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനെയാണ് കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പരമാവധി ശിക്ഷ വിധിച്ചത്. 2022 ഫെബ്രുവരി 6-നാണ് കൊലപാതകം നടന്നത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല കവർന്നതിനായിരുന്നു കൊലപാതകം നടത്തിയത്. പ്രതിക്കും പ്രോസിക്യൂഷനും പറയാനുള്ളത് കേട്ട ശേഷമാണ് വിധി പറഞ്ഞത്. 70 വയസ്സുള്ള അമ്മയെ പരിചരിക്കണമെന്നും പഠിച്ച് അഭിഭാഷകനായി പാവങ്ങൾക്ക് നിയമസഹായം നൽകണമെന്നും പ്രതി രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചു. പശ്ചാത്താപം ഉണ്ട് എന്ന ചോദ്യത്തിന് ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ലെന്നും ഉയർന്ന കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയുമെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ പ്രതിയുടെ വാദങ്ങളെ പൂർണ്ണമായും ഖണ്ഡിച്ചു. പ്രതി കൊടും കുറ്റവാളിയെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ വാദിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം 7-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹനാണ് ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കൃത്യമെന്നാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 2022 ഫെബ്രുവരി 6-നായിരുന്നു കൊലപാതകം. പ്രതിക്കെതിരെ കുറ്റകരമായ വസ്തു കൈയേറ്റ്, കൊലപാതകം, കൊലപ്പെടുത്തി കവർച്ച, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. പ്രതിയെ സംബന്ധിച്ച് കളക്ടറുടെ അടക്കം 7 റിപ്പോർട്ടുകൾ കോടതി പരിശോധിച്ചിരുന്നു. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതി അർഹിക്കുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. 4.5 പവന്റെ മാല മോഷ്ടിക്കാനായിരുന്നു രാജേന്ദ്രൻ വിനീതി കൊലപ്പെടുത്തിയത്. ഉന്നത ബിരുദധാരിയായ രാജേന്ദ്രൻ ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. സമാനമായ രീതിയിൽ തമിഴ്നാട് തിരുനെൽവേലി വെള്ളമഠം സ്വദേശിയും കസ്റ്റംസ് ഉദ്യോഗസ്ഥനുമായ 58-കാരനായ സുബയ്യ, 55-കാരിയായ ഭാര്യ വാസന്തി, 13-കാരിയായ വളർത്തുമകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി പേരൂർക്കടയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്താണ് രാജേന്ദ്രൻ വിനീതിയെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.